ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന സാമ്പാറാണ് റെഡിയാക്കാൻ പോണേ. അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പരിപ്പും ഒത്തിരി സാമ്പാറും ഉണ്ടാക്കും. 5-6 പേർക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ട. ഇത്തിരി പരിപ്പ് ഇട്ട് സാമ്പാർ ഉണ്ടാക്കിയ കടലമാവോ അരിപ്പൊടിയോ ഒന്നും ചേർക്കില്ല. അതാണ് ആ സാമ്പാറിൻ്റെ സ്പെഷ്യൽ. 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് എടുത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ചുവന്നമുളകും കുതിർത്തിയുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. പരിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേട്ട, ഈ 1 ടേബിൾ സ്പൂൺ പരിപ്പിൽ തന്നെ 5-6 പേർക്ക് ഒരു നേരം കൂട്ടാനുള്ളത് ഉണ്ടാവും. പകുതി സവാളയുടെ വലിപ്പം ഇതേ ഉള്ളൂ കേട്ടോ. അതിൽ പകുതിയാണ് എടുത്തേക്കണേ. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്നമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 10-20 ചെറിയ ഉള്ളി, 10 വേപ്പില, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയത് ഇതിലേക്ക് 3 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഈ സാമ്പാറിലേക്ക് കുറേ പച്ചക്കറി ഒന്നും ആഡ് ചെയ്യില്ല, ഉള്ളിയും തക്കാളിയും മാത്രമേ ഉള്ളൂ കേട്ടോ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അരച്ച പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. കൂട്ടാന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം തിളച്ചോട്ടെ. പരിപ്പിൻ്റെ പച്ചസ്വാദ് പോകണം. തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി കുറുകൂട്ടുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തോളൂ. സാമ്പാറിന് എത്ര ചാറ് വേണോ അതനുസരിച്ച്. പരിപ്പ് അരച്ചത് ചേർത്തിട്ട് നല്ലോണം തിളച്ചുവിട്ടാൽ ടേസ്റ്റ് നോക്കിക്കോളാം. 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും തന്നെ പരിപ്പിൻ്റെ പച്ചസ്വാദ് പോകും. ഉപ്പും കറക്റ്റാണോ നോക്കിക്കോളാം. അതുപോലെ പരിപ്പിൻ്റെ പച്ചസ്വാദ് പോയതിന് ശേഷം വേണം ഇതിലേക്ക് പുളി ചേർക്കാനായിട്ട്. ചെറിയൊരു നെല്ലിക്കയുടെ സൈസിലുള്ള പുളി എടുത്ത് കുതിർത്തി വെച്ചതാണ്, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുള്ളൂ. നമ്മൾ നല്ലോണം തക്കാളി ചേർത്ത കാരണം പുളി ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട. പുളി ചേർത്ത് നല്ലോണം തിളച്ചുവിട്ടാൽ ഇത്രയേ ഉള്ളൂ സാമ്പാർ. ഇനി ഇത് വറുത്തിടൊന്നും വേണ്ട. മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 1 ടേബിൾ സ്പൂൺ പരിപ്പിലാണ് നമ്മൾ ഇത്രയും സാമ്പാർ ഉണ്ടാക്കിയേക്കണേ. ആവശ്യത്തിന് കൊഴുപ്പുണ്ട് സാമ്പാറിന്, നല്ല സ്വാദം ഉണ്ടാവും കേട്ടോ. 10 മിനിറ്റ് മതി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.